ചെയ്തു വരുന്നത് ഒന്ന് പറയുമോ സഹോദര? പറയട്ടെ. പ്രായമാകുമ്പോൾ, കല്യാണ പ്രായമാകുമ്പോൾ മോൾക്കൊരു പ്രശ്നവുമില്ല, അവൾക്കൊരു ദുഃഖവുമില്ല. എന്നാൽ പറഞ്ഞവന് നിന്റെ മോള് നിന്റെ വീട്ടിന്റെ നിധിയാണ്, നിന്റെ മോള് നിന്റെ വീട്ടിന്റെ റഹ്മത്താണ്, നിന്റെ മോള് നിന്റെ വീട്ടിന്റെ ഭാഗ്യമാണ്. നിന്റെ മോൾക്കുള്ള സൗഭാഗ്യം അത്രയും സ്ഥാനവും മാനവും വിലയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ആണുമക്കൾക്ക് നൽകിയിട്ടില്ല. പെണ്ണുമക്കൾ വീട്ടിന്റെ ഐശ്വര്യമാണ്, പെണ്ണുമക്കൾ വീടിന്റെ പ്രകാശമാണ്. എന്നാൽ നിന്റെ മക്കളെ നീ വീടിന്റെ പ്രകാശമായിട്ട്, വീടിന്റെ ഐശ്വര്യമായിട്ട് നീ വളർത്തിയിട്ടുണ്ട്. അപ്പാ പറഞ്ഞുവല്ലോ, കല്യാണ പ്രായമെത്തുന്ന സമയത്ത് വാപ്പ ദുഃഖത്തിലാണ്. എന്തിനാ? പണ്ടം കൊടുക്കണം, സ്വർണം കൊടുക്കണം. പുതിയാപ്പിള 25 പവന് ചോദിക്കുന്നുണ്ട്. പുതിയാപ്പിളന്റെ ഭാഗത്തിലൂടെ 50, 60, 80 പവന് ചോദിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് കൊടുക്കാൻ? ഇന്ന് പല കുടുംബക്കാർ, പല കുടുംബങ്ങളും ഇന്ന് പല രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, അതല്ലെങ്കിൽ വീട് വിൽക്കേണ്ടി വരുന്നത്, പണയത്തിന് വെക്കേണ്ടി വരുന്നത്, ലീസിൽ താമസിക്കേണ്ടി വരുന്നത്, വാടകയ്ക്ക് താമസിക്കേണ്ടി വരുന്നത്, ഇത് മുഴുവനും മക്കളുടെ കല്യാണത്തിന്റെ പേരിലാണ്. മക്കളുടെ കല്യാണത്തിന്റെ പേരിലാണ് വാപ്പ വീട് വിറ്റത്, വാപ്പ പറമ്പ് വിറ്റത്, വാപ്പ ഫൈനാൻസിൽ നിന്ന് പലിശക്ക് കടം വാങ്ങിയത്, ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിയത്, പലിശ കൊടുക്കുന്നത് മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാ? മോളെ കല്യാണത്തിന് ചെലവില്ലല്ലോ. മുസ്ലിം ഉമ്മത്തിന്റെ പെണ്ണുമക്കളുടെ കല്യാണത്തിന് ചെലവില്ലല്ലോ. നിങ്ങൾക്കറിയണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് പെണ്ണുമക്കളുടെ കല്യാണത്തിന് വേണ്ടി കലക്ഷൻ ചെയ്ത ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പെണ്ണുമക്കൾക്ക് നമ്മുടെ ഇരുമാട് പള്ളി, നമ്മുടെ നാട്ടിന്റെ പള്ളിയുടെ പരിസരത്തൊക്കെയും എല്ലാ ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു കലക്ഷൻ അല്ലെ. ജുമാ കഴിഞ്ഞ ഉടനെ ഖതീബ് ഉസ്താദ് വിളിച്ച് പറയും, ഒരു ഹർജ് വന്നിട്ടുണ്ട്, പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട്, യതീം പെണ്ണിൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്, രോഗിയായ വാപ്പയുണ്ട്, കല്യാണത്തിനൊരു ഗതിയും ഇല്ല. ഇന്ന് വാട്സപ്പിലാണ് കലക്ഷൻ. 10 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, 5 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, നാളെയാണ് കല്യാണം, പൈസ കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും. ആ രീതിയിൽ എന്തെല്ലാം വാട്സപ്പിൽ മെസ്സേജ് വരും. അത് ഏറ്റവും വലിയൊരു ഇബാദത്തായിട്ട് ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കും. എന്നിട്ട് ധാരാളം ഇങ്ങനെ പണം അയച്ചു കൊടുക്കും അല്ലേ. പിന്നെ അത്രയെല്ലാം കൂടുതൽ പിന്നെ ഒരു പെണ്ണിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയെല്ലാം കൂലി കിട്ടുന്നു എനിക്കൊരു വിശ്വാസമില്ല. ആ രീതിയിൽ പെണ്ണിൻ്റെ കല്യാണത്തിന് വേണ്ടി സഹായിച്ചങ്ങൾ അങ്ങനെ അത്രയെല്ലാം കൂലി കിട്ടുന്നു. കൂലി കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പാവപ്പെട്ടവരെ സഹായിച്ചതിൻ്റെ പേരിൽ കൂലി കിട്ടും. അങ്ങനെല്ലാം പറഞ്ഞിട്ട് വലിയ എന്തോ ഒരു സ്വർഗം കിട്ടുന്ന രീതിയിലുള്ളത്. എന്തുകൊണ്ടെന്നറിയോ? പെണ്ണിന് കല്യാണം കഴിക്കുന്ന നിന്റെ മോളെ കല്യാണത്തിന് സ്വർണം ഇടേണ്ടത് നീ ഭർത്താവാകാൻ വരുന്ന ആളാണ്, അവനാണ് മോൾക്ക് സ്വർണ്ണം ഇടേണ്ടത്. പെണ്ണിന്റെ വാപ്പ സ്വർണ്ണം ഇട്ടിട്ട് അയച്ചു കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്വർണം ധരിക്കാൻ വേണ്ടി ധാരാളം 50, 70 സ്വർണം ധരിച്ചാൽ നേരെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു ഹദീസിലും കാണുന്നില്ല. കൂടുതൽ സ്വർണം ധരിക്കൽ സുന്നത്തും കുറച്ചും സ്വർണം ധരിക്കൽ ജായിസും സ്വർണം ധരിക്കാതിരിക്കൽ ഹറാമും എന്നൊന്നും ഇസ്ലാമിലൊന്നുമില്ല. അത് സ്വർണ്ണാണെങ്കിലും പ്രശ്നമില്ല, വെള്ളിയാണെങ്കിലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും തകടാണെങ്കിലും പ്രശ്നമില്ല. എന്ത് തൂക്കിയാലും അത് രണ്ടും എല്ലാം ഒരുപോലെ ജായിസേ ഉള്ളൂ. സൗന്ദര്യത്തിന് ഒരൽപ്പം ധരിക്കൽ സുന്നത്തുണ്ടോ ഇല്ലത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. ഇത്രയും വലിയൊരു പുണ്യകർമ്മമൊന്നുമല്ല സ്വർണം ധരിക്കൽ. എന്നിട്ട് ഒരു പെണ്ണിന്റെ കല്യാണത്തിന് അവൾക്ക് എത്ര സ്വർണം വേണം എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്, അത് കൊടുക്കേണ്ടത് അവനാണ്. ആരാ? പെണ്ണിന്റെ ബാപ്പയല്ല, ഭർത്താവാകാൻ പോകുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കല്യാണം ആലോചിച്ച സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചേക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ദീർഘമായ ചരിത്രം ചുരുക്കി പറയട്ടെ, അലി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അലിയെ, എൻ്റെ മോളൊക്കെ നിനക്ക് തന്നെ തരാം, നീയല്ലാതെ എൻ്റെ മോൾക്ക് നിന്നെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടില്ല. എൻ്റെ മോൾക്ക് കുഫു വെക്കത്തെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് നീ മാത്രം. പക്ഷേ എൻ്റെ മോൾക്ക് ഇത്ര സ്വർണം തരണം, മഹർ വെക്കണം, നിന്റെ അരികിൽ പൈസയുണ്ടോ? അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ മോൾക്ക് ഇത്ര മഹർ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അലി തങ്ങൾ പറഞ്ഞത്, നബിയെ, ഞാനൊരു ഫക്കീറായ ഒരു മനുഷ്യൻ, ഒരു ദിവസത്തിന്റെ ആഹാരത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി
എവിടെങ്കിലും പുല്ല് ചെത്തിയിട്ട് അത് വിൽപ്പന നടത്തിയിട്ട് കിട്ടിയെന്തെങ്കിലും കിട്ടിയെങ്കിലാ, ഇല്ലെങ്കിൽ പട്ടിണി. ഞാൻ എൻ്റെ വീട്ടിൽ അത്രയും വരെ പരമദരിദ്രനായ ഒരു മനുഷ്യനാ. എന്നോട് നിങ്ങൾ ഇത്ര സ്വർണം ചോദിച്ച് ഞാൻ എവിടെ നിന്നാ തരാൻ? അള്ളാഹുവിന്റെ ഹബീബ് പറയാം, അതെനിക്കറിയില്ല. ഇത്ര സ്വർണം കിട്ടിയാലേ എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിൽ അലി റളിയല്ലാഹു അൻഹു പോവുകയാണ്. എന്നിട്ട് അധ്വാനിച്ച് കൂലിപ്പണിയെടുത്തിട്ട് സ്വർണ്ണമുണ്ടാക്കി മഹറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞ മഹർ റെഡിയാണ്, എനിക്ക് നിക്കാഹാക്കി തരൂ. വേറെ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല നബിയേ, കല്യാണം കഴിച്ചിട്ടില്ല നബിയേ, മഹർ കൊടുക്കാൻ എന്നിൽ ഒന്നുമില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, സ്വഹാബാ, നിനക്ക് എന്ത് ജോലി അറിയാം, എന്ത് പണി അറിയാം? ആ സ്വഹാബി പറയുകയാണ്, നബിയേ, എനിക്ക് നല്ല രീതിയിൽ വിറക് വെട്ടാൻ അറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്നാ ആ ജോലി ചെയ്തൂടെ? വിറക് കെട്ടാനുള്ള കോടാലി ഇല്ല നബിയേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണത്തിന് മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ഷൻ ചെയ്തതല്ല, പകരം സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരാനന്തരം നമ്മുടെ നാട്ടിന്റെ ഖതീബ് ഉസ്താദ് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കുന്നു, സ്വഹാബ, ആരുടെ വീട്ടിൽ 2 കോടാലിയുണ്ട്? ഒരു സ്വഹാബി പറയുന്നു, നബിയേ, എന്റെ വീട്ടിൽ 2 കോടാലിയുണ്ട് നബിയേ, എന്നാളൊന്ന് തരുമോ സ്വഹാബ? ആ സ്വഹാബി കോടാലിയുമായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കോടാലി കൊടുക്കുകയാണ്. അതേ കല്യാണത്തിന് ഒരു ഗതിയുമില്ലെന്ന് പറഞ്ഞ സ്വഹാബിനെ വിളിക്കുകയാണ്. കോടാലി ആ സ്വഹാബിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് നീ വിറക് വെട്ടാൻ പോയിക്കോ, ജോലി ചെയ്തിട്ട് മഹറിന്റെ പണം ഉണ്ടാക്കിക്കോ. അങ്ങനെ സ്വഹാബി കോടാലി വാങ്ങിയിട്ട് പോവുകയാണ്. എന്നിട്ട് രീതിയിൽ വിറക് വെട്ടാൻ തുടങ്ങി. അത് വിൽപ്പന തുടങ്ങി. നല്ല രീതിയിൽ കച്ചവടം ഉഷാറായി. ധാരാളം സ്വർണങ്ങൾ ഉണ്ടായി. സ്വന്തം കോടാലി വാങ്ങി. പഴയ കോടാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചോ. നബിയേ, നല്ലൊരു ജീവിതമാർഗം ഉണ്ടായി നബിയേ, എനിക്ക് ഒരു കല്യാണത്തിന് ഒരു പ്രശ്നവുമില്ല നബിയേ. ഇങ്ങനെയാ ഇസ്ലാമിന്റെ കല്യാണ ശൈലി. ഒന്നും കൂടെ പറയട്ടെ, വേറൊരു സ്വഹാബി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യവും ഇല്ലാത്തൊരു സ്വഹാബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ആ സ്വഹാബി വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരാനന്തരം എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, സ്വഹാബാ, നമ്മുടെ ഒരു സഹോദരന് കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാൻ സ്വർണത്തിന്റെ ആവശ്യമുണ്ട്, ദീനാറും ദിർഹമിന്റെ ആവശ്യമുണ്ട് സ്വഹാബാ. സ്വഹാബത്ത് 1 ദീനാറും 2 ദീനാറും 1 ദിർഹമും 2 ദിർഹം ഇങ്ങനെ പരസ്പരം സ്വരൂപിച്ചു. ആ സ്വഹാബിനെ അല്ലാഹുവിന്റെ ഹബീബിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അത് കൊടുത്തു, മഹർ കൊടുത്ത് കല്യാണം കഴിച്ചു ആ സ്വഹാബി. ഇങ്ങനെയാണ് ധാരാളം ചരിത്രമുണ്ട്. മഹർ കൊടുക്കാനാണ് അത് നിർബന്ധം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ ആവതില്ലാതെ കഴിവില്ലാതെ ബാക്കിയായി. എന്താണ് നീ കല്യാണം കഴിക്കാത്ത? കല്യാണം മഹർ കൊടുക്കാനൊന്നില്ല. എന്നാൽ ഖത്തീബ് ഉസ്താദിനോട് പോയിട്ട് പറയാം, ഉസ്താദേ, നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് കല്യാണ പ്രായമെത്തിയിട്ടും കല്യാണം കഴിച്ചിട്ടില്ല, എന്താ മഹർ കൊടുക്കാനൊന്നും ഗതിയില്ല ഉസ്താദെ, ഒന്ന് കളക്ഷൻ ആക്കിയിട്ട് തരുമോ? അപ്പോൾ ഉസ്താദ് ഒന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ട്, ആ കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാനൊന്നുമില്ല, ഒന്ന് കളക്ഷൻ എല്ലാവരും ഒന്ന് സ്വരൂപിച്ചിട്ട് ഒന്ന് താറുള്ളൊരു പണം ഉണ്ടാക്കിയിട്ട് ഒരു പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ അത് നല്ല കൂലി കിട്ടും. നല്ല കൂലി കിട്ടുന്ന വിഷയം അത്, അതാണ് പ്രതിഫലം കിട്ടുന്നത്. അല്ലാണ്ട് പെണ്ണിന് കല്യാണം പിന്നെ സ്വർണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കലക്ഷൻ നടത്തേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ബേജാറാവണ്ടാരോ, പറഞ്ഞതെല്ലാവരും ബേജാറാവട്ടെ, ഇതെന്തിങ്ങനെ പുതിയ വിഷയം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെയാണ്. എന്താ അറിയോ, നിനക്കൊരു മോളുണ്ടായാൽ നിനക്ക് അല്ലാഹു തആല ധാരാളം ഖൈറൻ കസീറ, അല്ലാഹു ധാരാളം അനുഗ്രഹം നിനക്ക് നൽകി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മോളുണ്ടായാൽ സന്തോഷിക്കേണ്ടത്. നമ്മുടെ ജാഹിലിയ കാലത്ത് ആരെങ്കിലും ഒരാള് ജന്മം നൽകിയത് പെൺകുഞ്ചാണെന്ന് അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടിയിരുന്ന കഥ നമുക്കൊക്കെയും അറിയാമല്ലോ.
ഇന്ന് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എങ്ങനെയാ അല്ലെ? ഭ്രൂണഹത്യ നിഷേധിಸಲಾಗಿದೆ. എല്ലാ ഹോസ്പിറ്റലിലും ബോർഡ് എഴുതി വെച്ചിട്ട് ഭ്രൂണഹത്യ നിഷേധിಸಲಾಗಿದೆ. എന്തിനറിയത്? നമ്മുടെ നാട്ടിൽ ഗർഭം ധരിച്ച കുഞ്ഞ് അത് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭത്തിന്റെ ഉൾഭാഗത്ത് തന്നെ കൊന്നൊടുക്കുന്ന സമ്പ്രദായം തുടങ്ങി. ഗവൺമെന്റ് തീരുമാനിച്ചു ഇനി പെണ്ണിനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ എഴുതി വെച്ചതാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ഇല്ലെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ ഉണ്ടാവുമായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. എന്തിന്? അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വല്ലാത്ത പ്രയാസമാണ്. വീട് വിൽക്കേണ്ടി വരുന്നു, നാട് വിൽക്കേണ്ടി വരുന്നു, നാട് വിട്ട് ഓടേണ്ടുന്ന അവസ്ഥ വരുന്നു, തിരിയേണ്ട അവസ്ഥ വരുന്നു, പള്ളിയിലേക്കും അങ്ങാടിയിലേക്കും യാചിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്നെത്തുന്നത് അല്ലേ? എത്ര ആൾക്കാർ. ഞാനൊരു ഖത്തീബായിട്ടുള്ള കുറേ കൊല്ലമായി ഖത്തീബായിട്ടുള്ളത്. എല്ലാ ആഴ്ചയും കലക്ഷൻ. ഈ കൂടുതലും ഉള്ളത് മോളെ കല്യാണത്തിനുണ്ട്. മോളെ കല്യാണത്തിന് എന്താ ചെലവ്? ഒരു ചെലവില്ല. മോനോടാണ് ഇസ്ലാം പറയുന്നത്, നിനക്ക് മഹർ കൊടുക്കാൻ, അവൾക്ക് വസ്ത്രം നൽകാൻ, അവൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, അവൾക്ക് ആഭരണം ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ കല്യാണം കഴിക്കണം. അതല്ലെങ്കിൽ സന്യാസിയായിട്ട് നടന്ന് നോമ്പ് പിടിച്ചിട്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നോമ്പ് പിടിച്ചിട്ട് സന്യാസിയായിട്ട് നടന്ന നീ കല്യാണം കഴിക്കരുത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പൈസ ഇല്ലെങ്കിൽ ഒരു മങ്ങലായിട്ട് നോക്കറ അല്ലേ? പണം ഇല്ലെങ്കിൽ മങ്ങലായിട്ട് നോക്കാം. അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വല്ലാത്ത കഷ്ടത്തിലായി, പിന്നെ അറിയാതെ പിന്നെ ഒരു ഭാഗത്ത് തന്നെ ഒരു മംഗലം കഴിഞ്ഞ് അവിടെ ഒരു 10 പവൻ കിട്ടിയാൽ മതി, ബിറ്റിട്ട് അങ്ങനെ പിന്നെ ഒരു ഭാഗത്ത് ഓടാ. അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ ഒരു സ്വഭാവം. കുറേ കല്യാണം കഴിച്ചു. ഞാൻ ഈ അടുത്ത് ഒരാളെ പരിചയപ്പെട്ടു. 17 കല്യാണം കഴിഞ്ഞ ഒരാൾ. ഓൾറെഡി 4 5 6 എന്തോ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഇപ്പോഴും കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യൻ എനിക്കറിയുന്ന ഒരാൾ തന്നെ. എന്തുകൊണ്ട്? അതൊരു കച്ചവടമാക്കി മാറ്റി. ഇന്നതിൻ്റെ പേരിൽ കുറേ വാട്സപ്പ് ഗ്രൂപ്പും അതേ രീതിയിൽ പിന്നെ കല്യാണത്തിന് പെണ്ണിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലും. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറയുന്നതിനെ സഹായിക്കരുത് എന്നല്ല പറയുന്നത്. എന്നാലും നിന്റെ മോൾക്ക് ആര് വില കെട്ടാൻ പഠിപ്പിച്ചതാരാ? നിന്റെ മോൾക്ക് വില കെട്ടാൻ പെണ്ണെന്ന് പറഞ്ഞാൽ അത് മുത്താണ്, അത് മാണിക്യമാണ്, അത് സ്വർഗമാണ്. അതിന് വില കെട്ടാൻ കഴിയില്ല. ആരാ വില കെട്ടാൻ പഠിപ്പിച്ചത്? നീ തന്നെ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് ഈ ഡൗരി, വരദക്ഷിണ എന്നുള്ളത്. ദീർഘമായിട്ട് ആ കാര്യമൊന്നും പറയുന്നില്ല. അവന് ചോദിക്കുന്നു, നീ കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നിനക്ക് എൻ്റെ മോളെ വേണ്ടാന്ന് പറയുന്നു. അപ്പം ഞാൻ ഏതായാലും തരാമെന്നും പറയുന്നു. ആരെ? ഓൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ, എവിടെന്നെങ്കിലും യാചിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല വേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം എന്താ ബ്രോക്കറാണ് അല്ലേ? കൂടുതലും ബ്രോക്കർമാരാണ് ഈ കല്യാണ ആലോചന നടത്തുന്നത്. അപ്പോൾ ബ്രോക്കറിനോട് ഒരു പെണ്ണുള്ള വീട്ടിലേക്ക് ബ്രോക്കർ വന്നാൽ, നിന്റെ വീട്ടിലേക്ക് ബ്രോക്കർ വന്നാൽ, ആചാര്യ നിങ്ങളെ മോളെ മങ്ങലാക്കാൻ വയസ്സല്ലായ നല്ലൊരു പൊതുണ്ട് ആചാര്യ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ ആദ്യം ബ്രോക്കറിനോട് ചോദിക്കുന്നത് എന്ത് കിട്ടും? ആരാ ചോദിക്കേണ്ടത്? പെണ്ണിൻ്റെ വാപ്പയാണ് ചോദിക്കേണ്ടത്. എൻ്റെ മോൾക്ക് എന്ത് കിട്ടും? 4 അടി കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. എത്ര സ്വർണം തരാൻ അവനക്ക് കഴിയും? എൻ്റെ മോൾക്ക് 50 പവന സ്വർണം മഹർ വെക്കാൻ കഴിയണം. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ കൊണ്ടുവാ. എൻ്റെ മോൾക്ക് വീട് കെട്ടാൻ വേണ്ടി, വീടുണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ കൊണ്ടുവാ. എൻ്റെ മോളെ കല്യാണത്തിന്റെ ചെലവ് ഒഴിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ആണായ ചെറുപ്പക്കാരനുണ്ടെങ്കിൽ കൊണ്ടുവാ. അങ്ങനെ പറയേണ്ടത്. ഇന്ന് സൗദിയിലൊക്കെ, നിങ്ങൾ സൗദിനെ ധാരാളമൊക്കെ അഷ്റഫ് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. അൽഹംദുലില്ലാ, പടച്ചറബേ അഷ്റഫിന്റെ ജീവിതത്തിൽ ബർക്കത്തും നിഅമത്തും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ഗൾഫിന്റെ കഥകളൊക്കെ നോക്കിയെന്ന് മോന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് വാപ്പ മോനോട് ചോദിക്കും. അറബികളുടെ സ്വഭാവം അങ്ങനെ. മോനെ, നീ കല്യാണം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, നിനക്ക് വീടുണ്ടോ? അല്ല, ഞങ്ങളുടെ നാട്ടിൽ നോക്കും ചെക്കനെ, പിന്നെ ഉസ്താദെ ഒരു പൊതു വന്നിന് ഉസ്താദ്, ഇങ്ങനെ നോക്കാൻ വേണ്ടി പോകുന്നത്, സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരു ആലോചന വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്നത് പോയി എല്ലാം നോക്കിയിട്ടെല്ലാം വന്നത് വല്ലാത്ത സന്തോഷം. എന്തറിയോ? 2 നിലയുടെ വീട്, 6 ബെഡ്റൂമും, മുറ്റത്തിന് 1-2 കാറ്, നല്ല രീതിയിൽ വിശാലമായ തോട്ടങ്ങളും കൃഷികളും ഇതെല്ലാം ധാരാളമുണ്ട്. അങ്ങനെ സന്തോഷത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തു. ആരുടെ വീട്? മോന്റെ വീടല്ലത്, മോന്റെ തോട്ടമല്ലത്, മോന്റെ കാറല്ലത്, വാപ്പയുടേതാണ്, അവന്റെ ഉപ്പയുടേതാണ്. അല്ല, ബാപ്പന്റെ അഥവാ ഉപ്പാന്റെ വീട് നോക്കിയിട്ട് മോന് പെണ്ണ് കൊടുക്കുന്ന സ്വഭാവം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ. ഉപ്പാന്റെ വീട് നോക്കിയിട്ട് മോന് പെണ്ണ് കൊടുക്കുന്ന, ഉപ്പാന്റെ സ്ഥലം നോക്കിയിട്ട് മോന് പെണ്ണ് കൊടുക്കുന്ന, ഉപ്പാന്റെ കാറ് നോക്കിയിട്ടാണ് മോന് പെണ്ണ് കൊടുക്കുന്നത്, ഉപ്പാന്റെ കച്ചവടങ്ങളും കാര്യങ്ങളും നോക്കിയിട്ടാണ് മോന് പെണ്ണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ആ മോന് സ്വന്തം വീടുണ്ടോ എന്നാ നോക്കേണ്ടത്. എന്തിനറിയോ? ആ വീട് 2 നിലയുള്ള വീടുണ്ടല്ലോ,
6 ബെഡ്റൂമുള്ള വീടുണ്ടല്ലോ, ആ തോട്ടമുണ്ടല്ലോ, ആ പറമ്പുണ്ടല്ലോ, ആ കൃഷിയിടം ഉണ്ടല്ലോ, അതാ ഒരു മോൻ്റെതല്ലത്. ആ വാപ്പക്ക് കുറെ മക്കളുണ്ട്, പെണ്ണുമക്കളുണ്ട്, ആണുമക്കളുണ്ട്, ആ വാപ്പക്ക് ഭാര്യയുണ്ട്, അവരുടെയൊക്കെയും അനന്തരാവകാശമാണ് അതൊക്കെ. ഒരു മോനുള്ളതല്ലത്. ചിലപ്പോൾ അയാൾ മരിക്കുന്നതിന് മുമ്പെങ്കാലം അയാൾ വിറ്റുപോയാലോ എല്ലാം തീർന്നു, മോനൊന്നും ഉണ്ടാവില്ല. അറബികൾ അങ്ങനെ ആദ്യമായിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി പറയും. വീട് ഉണ്ടാക്കിയതിന് ശേഷം മഹറിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറയും, എന്നിട്ടേ കല്യാണം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, ബാപ്പന്റെ വീട് നോക്കിയിട്ട് മോന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പതിവ് അങ്ങനെ. എന്നാലും ചെറിയ രീതിയിലെങ്കിലും മോന് സ്വന്തം വീട് കെട്ടാനുള്ള ജോലിയുണ്ടോ അതെങ്കിലും നോക്കണ്ടേ. വാപ്പെങ്കിലും നടക്കട എൻ്റെ പോരെന്ന് ഭർത്താവ് പറയാന്ന് പറഞ്ഞിട്ട് ബാപ്പ ചവിട്ടി പുറത്താക്കിയാൽ മോനെ നാളെ ആ മനുഷ്യനാ നാളെ ആ ഭർത്താവായ മനുഷ്യനാ ചെറുപ്പക്കാരൻ നിന്റെ മോളെയും കൂട്ടിയിട്ട് എങ്ങോട്ട് പോവും? നിന്റെ വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരൂ. അതാണ് നോക്കേണ്ടത്. അവൻ അധ്വാനിച്ച് സ്വന്തം വീട് കെട്ടാനുള്ള അർഹതയെങ്കിലും ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ പെണ്ണിന് കല്യാണ പ്രായമാകുന്ന സമയത്ത് വീട് ദുഃഖത്തിലാണ്, കുടുംബം ദുഃഖത്തിലാണ്. എവിടെ നിന്നാ 50 കൊടുക്കേണ്ടത്, എവിടെ നിന്നാണ് 40 കൊടുക്കേണ്ടത്? പടച്ചവനൊരു ഗതിയുമില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ബഹുമാന്യരായ പ്രസിഡന്റ് അരികിലേക്ക്, സെക്രട്ടറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഒരു ലെറ്റർ ഹെഡ് വേണം, ഒരു കടലാസ് വേണം, അതിൽ എഴുതി തരണം, എനിക്ക് ഇത്ര വയസ്സാണ്, ഇന്ന രോഗമുണ്ട്, ഇത്ര മക്കളുണ്ട്, മക്കളുടെ വയസ്സ് ഇത്രയാണ്, അതുകൊണ്ട് കല്യാണത്തിന് വേണ്ടി സഹായിക്കണേ എന്നും പറഞ്ഞൊരു ലെറ്റർ ഹെഡിൽ എഴുതി തരണേ. പ്രസിഡന്റ് എഴുതുകയാണ്. സീൽ പള്ളിയുടെ സീലാണ് അതിനിടുന്നത്. ബഹുമാന്യരായ പ്രസിഡന്റ് പേരും സിഗ്നേച്ചറുമാണ് അതിലുള്ളത്. ഇത് എന്തിനാ കൊടുക്കുന്നതറിയോ? നിന്റെ മോന് ഉന്നത പദവി കിട്ടാൻ വേണ്ടിയിട്ടല്ല, നല്ല ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നാട്ടിൽ ഉന്നത പദവിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടല്ല. പകരം ഈ ലോകത്ത് വെച്ചിട്ട് ചിന്തിക്കണേ മുസ്ലിമേ, ഈ അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ചിട്ട് യാചിക്കുന്നവർക്ക് യാചകന്റെ അർഹത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഭവനം മാത്രമാണ്. അല്ലേ? എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഡോക്ടർ പഠിച്ച